ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക് ലാബ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചില്ലി ഗ്രേവിയാണ്. എൻ്റെതായ സ്റ്റൈലിൽ ചെയ്തതാണ്. നമ്മളിതിൽ കോൺഫ്ലോറോ സോയ സോസോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 300 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത്ര എരിവ് വേണ്ടെങ്കിൽ നമുക്ക് കുറക്കാം. നമ്മൾ ഗ്രേവിയിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് നേരം വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ മസാല ഒക്കെ ഒന്ന് ഇതിൽ പിടിച്ചോളും. പിന്നെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അത് കോരി മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഞാൻ മുന്നേ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി 2 സവാള അരിഞ്ഞ് ചേർക്കുക. അതിൽ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ മുന്നേ ചിക്കനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഒന്നങ്ങ് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു തക്കാളിയുടെ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അധികം ഉപ്പിടണ്ട, നമ്മൾ ചിക്കനിൽ ഉപ്പുണ്ട് ഓൾറെഡി, അപ്പോൾ ചെക്ക് ചെയ്തിട്ടിടുക. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഒരു ടേബിൾ സ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്യുക. കെച്ചപ്പ് ഉണ്ടെങ്കിൽ കെച്ചപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്താലും മതി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മധുരമൊക്കെ കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ബാക്കി വെച്ച ആ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞതാണ്.
കുറച്ച് മല്ലിയില, ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റ് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രൈഡ് റൈസിക്ക് ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.